ശ്രീമതി സതീദേവിക്ക് 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 ശ്രീമതി സതീദേവിക്ക് നഗരക്ക് റാണി സതീദേവിക്ക് ജയ്. നഗരക്ക് റാണി സതീദേവിക്ക് ജയ്. അടുത്ത ഹാരാർപ്പണം നടത്താനുള്ള സമയമാണ്. എല്ലാവരും അവരവരോട് മാലയിടുക. സുഗന്ധ മാല എല്ലാവരും മാലയിടുക. നഗരക്ക് റാണി സതീദേവിക്ക്. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, കുറെ കാലമായി ഊണിലും ഉറക്കത്തിലും എനിക്കൊറ്റ ചിന്തയുള്ളൂ, സാമ്രാജ്യത്വം. കുറെയൊക്കെ ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. പക്ഷേ നമ്മൾ ക്ഷമിക്കും തോറും സഹിക്കും തോറും സാമ്രാജ്യത്വത്തിന്റെ ചാട്ടം കൂടുകയാണ്. ഓങ്ങി ഓങ്ങി മാറിയിട്ടും നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് പിടിച്ചേ അടങ്ങുള്ളെന്ന് പറഞ്ഞ് അവനെന്ന് വെച്ചാൽ സാമ്രാജ്യത്വം പിറകെ നടക്കുകയാണ്. ഇനി പറ്റില്ല, സാമ്രാജ്യത്വത്തിനെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. അതിനു വേണ്ടിയാണ് ഈ നിരാഹാരം. ഒരു മിനിറ്റ്. അതെ, എനിക്കൊരു സംശയമുണ്ട്. എന്താണോ ആ സംശയം? അല്ല, ഈ സാമ്രാജ്യത്വം എന്ന് വെച്ചാൽ എന്താ? സാമ്രാജ്യത്വത്തെ കുറിച്ച് ചിലർ ഇവിടെ സംശയം ഉന്നയിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞ എനിക്ക് നാണക്കേടാ തോന്നിയത്. ഇവിടെ കൂടിയിരിക്കുന്നത് ബുദ്ധിമാന്മാരായ ആൾക്കാരാണ്. അവരോട് ചോദിച്ചു നോക്കൂ, അവർക്കാർക്കെങ്കിലും സാമ്രാജ്യത്വം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിഞ്ഞുകൂടായോ എന്ന്. അനിയനറിഞ്ഞ സാമ്രാജ്യത്വം? അമ്മാവന്? അയ്യോ, എനിക്ക് പച്ചവെള്ളമാ, പച്ചവെള്ളം. അറിയില്ലേ? നിങ്ങൾക്കെല്ലാം അറിയില്ലേ? സാമ്രാജ്യത്വം എന്താണെന്ന് അറിയാതിരിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവരാണോ നിങ്ങൾ? പറയൂ, അറിയില്ലേ? അല്ല, എനിക്ക് അറിയായിരുന്നു, നല്ല വ്യക്തമായിട്ട് അറിയായിരുന്നു. അത് തന്നെ, നാത്തൂന് ഇന്നലെ ഉറക്കത്തിൽ കിടന്നു പോലും സാമ്രാജ്യത്തെ കുറിച്ച് പറയുന്ന കേട്ടു. എന്നാ പറയണം, എന്താണ് സാമ്രാജ്യത്വം? കേക്കട്ടെ. ഓഹോ, കൊള്ളാം. വെല്ലുവിളിയാണല്ലേ? എനിക്ക് തുല്യരായവരുടെ വെല്ലുവിളിയെ ഞാൻ ഏറ്റെടുക്കുള്ളൂ. നമുക്ക് പോകാം. വിഡ്ഢി കൂശ്മാണ്ഡം. പ്രിയ സുഹൃത്തുക്കളെ, എന്റെ നിരാഹാരം ഞാൻ ആരംഭിക്കാൻ പോവുകയാണ്. അമ്മാവ, ഇവരോടൊക്കെ പോകാൻ പറഞ്ഞു. നാണക്കേടാവും. എന്റെ പൊന്നുമോളെ, നേതാക്കന്മാർ നാണിക്കാൻ പാടില്ല. നേതാക്കന്മാർക്ക് നാണമില്ലല്ലോ. സകല ദൈവങ്ങളെ വിളിച്ചങ്ങ് കിടക്കണം. ശാരദ കണ്ടില്ലേ, ആൾക്കാരുടെ ശ്രദ്ധ മുഴുവൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. അല്ല നാത്തൂനെ, നമുക്ക് നോക്കാം. ആഹാരം കഴിക്കാതെ എത്ര സമയം ഇരിക്കാൻ പറ്റുന്ന അറിയണല്ലോ. എന്നോടുള്ള വെല്ലുവിളിക്ക് വേണ്ടി അവൾ എത്ര സമയം വേണമെങ്കിലും നിരാകരിച്ച് കളയും ശാരദ. ലീലാവതി കുഞ്ഞേ, ലീലാവതി കുഞ്ഞേ, വേണ്ട, അവിടെ എവിടെ നിൽക്കുന്നവരെ ഇങ്ങോട്ട് വേണ്ട. ചൂടാവാതെ കുഞ്ഞേ, ഞാൻ അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ടെങ്കിലേ അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഇപ്പൊ തന്നെ ഒരു സീക്രട്ട് കൊണ്ടാ ഞാൻ വന്നേക്കുന്നത്. എന്ത് സീക്രട്ട്? ഈ നിരാഹാര വ്രതം എന്ന് പറഞ്ഞാൽ എന്താ? രാത്രിയും പകലുമുള്ള പട്ടിണിയാണല്ലോ, ഒരേ സ്ഥലത്ത് തന്നെയുള്ള കിടപ്പും. അതെ. എന്നാലേ രാത്രി ഭക്ഷണം കഴിക്കാനാണ് അവരുടെ തീരുമാനം. എങ്ങനെ? രാത്രി, അതായത് ഇരുട്ടായി കഴിയുമ്പോ, ആൾക്കാരൊക്കെ പിരിഞ്ഞു കഴിയുമ്പോ ദേ കഴിക്കും. ഞം ഞം ഞം. അത് ശരി. അമ്മാവ, എനിക്ക് വിശക്കുന്നു. സഹിക്കണം ചേച്ചി, കുറച്ചൊക്കെ പിടിച്ചു നിൽക്കണം. ഇത് വലുതാണോ വിശപ്പ്? എന്റെ വിശപ്പ് എനിക്കല്ലേ അറിയാവൂ. പിന്നെ ഈ ആഹാരത്തിന്റെ യഥാർത്ഥ വിശപ്പ് തുടങ്ങുന്നത് 2-ാം ദിവസമാണ്. വിശന്നാ തന്നെ എന്ത്? ഓടിക്കച്ചേട്ടൻ പറഞ്ഞതുപോലെ സാമ്രാജ്യത്വത്തിനെതിരെ വിശപ്പെന്ന് പറയുന്നൊരു അന്തസ്സില്ലേ? എനിക്ക് വിശക്കുന്നേ. അതുമോളെ, പത്രത്തിന് ആള് വന്ന് ഫോട്ടോ സഹിതം ലേഖനം വിടാൻ. അല്പ ക്ഷീണം ആവേശമൊക്കെ വരുത്തിക്കൊള്ളണം.
ചിരിക്കരുത്, പ്രതിഷേധ സമരമാണ്. ഗൗരവം, ഗൗരവത്തിൽ വേണം പ്രതികരിക്കാൻ. ചേച്ചി ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സാമ്രാജ്യത്തിനെതിരെ വിരോധം വരാനുള്ള കാരണം എന്താണ്? അതൊരു വലിയ കഥയാണ്. വലിയ കഥയെന്ന് വെച്ചാൽ? വലിയ കഥയെന്ന് വെച്ചാൽ വളരെ വലിയ ഒരു കഥ അമ്മാവ. പ്രസിഡന്റ് വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇന്നിന് ചോദ്യങ്ങളൊന്നും വേണ്ട. ക്ഷീണത്തിലും പ്രസിഡന്റ് ദൃഢനിശ്ചയം പുലർത്തിയെന്ന് പ്രത്യേകം എഴുതണം. എന്നാ പോയി വരട്ടെ ചേച്ചി. വരും, പോയിട്ട് വരും. എനിക്ക് വിശക്കുന്നു. സംയമനം, ക്ഷമ, നമുക്ക് കഴിക്കാം. നേരെ ഇരട്ടിക്കോട്ടെ. ശാരദ, കാര്യങ്ങൾ മൊത്തം അവൾക്ക് അനുകൂലമായിട്ട് വരിക. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തെങ്കിലും കടുക് ചെയ്യും. നാത്തൂനെ, ഞാനൊരു ഐഡിയ പറയട്ടെ, ഒരു ഉഗ്രൻ ഐഡിയ. എന്താ? ഈ കെട്ടിടം പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഒരുപോലെ അവകാശപ്പെട്ടതാണല്ലോ. ആ, പ്രസിഡന്റ് കിടക്കുന്നതിനടുത്തേ നാത്തൂനും ഒരു നിരാഹാരം കിടക്കണം. സതിച്ചേച്ചി കിടക്കുന്നതിന് തൊട്ടപ്പുറത്തായിട്ടേ നാത്തൂനും നിരാഹാര സത്യാഗ്രഹം കിടക്കണമെന്ന്. എവിടെ സൗന്ദര്യ ചേച്ചി? എനിക്ക് വിശക്കുന്നു ചേച്ചി. ദൈവമേ, വയറ്റി ഗ്യാസ് കയറിയാ ഞാൻ കുഴഞ്ഞ വീഴും, നടുവിലങ്ങും. ചേച്ചി പതുക്കെ പറ. കുഞ്ഞ്, സാമ്രാജ്യ വിരുദ്ധ സമരമാണ്. വിശപ്പിനെ കുറിച്ച് ആലോചിക്കരുത്. സാമ്രാജ്യ വിരുദ്ധമല്ല, വിശപ്പാണ് കൂടുതൽ കുഴപ്പക്കാരൻ. മിണ്ടരുത്. സതിമോളെ, സതിമോളെ, ദാ ഇന്നത്തെ പത്രത്തിൽ വാർത്തയുണ്ട്. സ്നേഹനഗറിലെ പ്രസിഡന്റ് സതി സാമ്രാജ്യത്വത്തിനെതിരെ നിരാകാരം അനുഷ്ഠിക്കുന്നെന്ന്. വായിച്ചു നോക്കി. പോമാവാ. അയ്യോ കുഞ്ഞെ, മോശം. ആൾക്കാര് കാണും. എനിക്ക് വിശക്കുന്ന അടങ്ങിക്കിടക്കും. ലീലാവതിക്ക് ജയ്, ലീലാവതിക്ക് ജയ്, ലീലാവതിക്ക് ജയ്. നാത്തൂനെ പതുക്കെ. ലീലാവതിക്ക് ജയ്, ലീലാവതിക്ക് ജയ്, നാത്തൂനിക്ക് ജയ്, ലീലാവതിക്ക് ജയ്. എന്താ ഇത്? എന്താ ലീലാവതി? ഞാനേ സാമ്രാജ്യത്വത്തിനെതിരെ സമരം ചെയ്യാ. അതെങ്ങനെയാ സാമ്രാജ്യത്വത്തിനെതിരെ സഹിച്ചേച്ചി ആദ്യം സമരം തുടങ്ങിയത്? അതെ, സതിക്കുഞ്ഞ് പട്ടിണി കിടന്ന് നിര്യാതയായതിനു ശേഷം മാത്രം മതി മറ്റൊരാൾ കിടക്കുക. പിന്നെ അതെ, സാമ്രാജ്യ ശക്തികൾക്ക് കൂടുതൽ പേടി ലീലാവതി നാത്തൂനെയാ. അറിയാവോ? നോക്കിക്കോ, നാത്തൂൻ സത്യാഗ്രഹം തുടങ്ങി കഴിയുമ്പോഴേ സാമ്രാജ്യത്വം പേടിച്ചോടും. ഇതൊന്നും ഇവിടെ സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ലെന്ന്. ഒന്ന് പിടിച്ചേച്ചി. വേണ്ട മാവാ, വേണ്ട, തടയണ്ട. അവളും ഇരിക്കട്ടെ നിരാഹാരം. സതിച്ചേച്ചി, ഗ്ലാമർ പകുതിയും ലീലാവതി ചേച്ചി കൊണ്ടുപോകും. കൊണ്ടുപോട്ടെ, പട്ടിണി കിടന്നുള്ള ഗ്ലാമർ അല്ലേ മുഴുവനും അവള് കൊണ്ടുപോട്ടെ. മുഴുവൻ ഗ്രാമറും കൊണ്ടുപോട്ടെ. അതെ, ലീലാവതി ചേച്ചി സാമ്രാജ്യത്വത്തെ എതിർക്കാൻ പോവാ. അതെ, നിരാഹാരം കിടക്കാൻ പോകുന്നതേ ലീലാവതി ചേച്ചിയാ. പിന്നെ ചിലപ്പോഴേ നടക്കൂ. സതിച്ചേച്ചി കിടക്കുന്നതിനേക്കാൾ 1 മിനിറ്റ് കൂടുതൽ കിടക്കുകയാണെങ്കിലേ ഞങ്ങൾ നാട് വിടാം. നാട്. എന്തായി പറഞ്ഞേ? അയ്യോ, എനിക്ക് വയ്യ. അയ്യോ, ലീലാവതിക്ക് ജയ്, ലീലാവതിക്ക് ജയ്, സതീദേവിക്ക് ജയ്. ഞാനും തുടങ്ങുന്നു സാമ്രാജ്യത്വം. അയ്യോ, കഷ്ടം. അതുപോലും അറിയത്തില്ല. സാമ്രാജ്യത്വം ഒരു തോയുള്ളു. തോ അവിടെ കിടക്കട്ടെ അമ്മാവ, എനിക്ക് വിശക്കുന്നു. ലീലാവതിക്ക് ജയ്, സതീദേവിക്ക് ജയ്.
ദേശീയ തലത്തിൽ നിരാഹാരത്തിന്റെ പങ്കിനെ കുറിച്ച് പറയുമ്പോൾ കേട്ടോ സാറേ, ഞാനും നിരാഹാരം കിടന്നിട്ടുണ്ട്. അന്ന് എനിക്കൊരു 19-20 വയസ്സ്. ആ അതൊക്കെ ഒരു കാലം. ശാരദ, എനിക്ക് വിശക്കുന്നു. രാത്രി ഭക്ഷണം തരാന്ന് പറഞ്ഞതല്ലേ? പക്ഷെ ആൾക്കാർ ഇങ്ങനെ വന്ന് നോക്കി വെക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇവിടെ വിശന്നിരിക്കുവാ. മുമ്പിൽ കൊണ്ടുപോയി തിന്നാൻ നോക്കും. എനിക്ക് പോടുന്ന അതെ ശരി, അങ്ങാടി തോറ്റ അമ്മയുടെ പറഞ്ഞത് പോലെ തന്നെ. അല്ല പിന്നെ എന്നെ ചാരത്തിന് വലിയ കാര്യമൊന്നുമില്ല. ആവശ്യമില്ലാണ്ട് പട്ടിണി എടുക്കുമ്പോ ആലോചിക്കേണ്ടിയിരുന്നു. ഒന്ന് പോയി അവിടുന്ന്. അല്ല പിന്നെ കാണാതെ എന്തേലും എവിടെയെങ്കിലും എടുത്ത് തിന്നാച്ചാലും ഒരു സാധനം അവിടെയൊക്കെ അല്ല. നല്ല മഞ്ഞുണ്ട് ചേച്ചി, ഈ ടൗല് പോച്ചോ. ആ ടവലിങ് തരൂ, ഞാൻ കുറച്ച് കഴിഞ്ഞ് പുതച്ചോളാം. തരൂ തരൂ. അല്ല, ആ ടൗലിന്റെ ഭാഗം എന്താ ഇങ്ങനെ വീർത്തിരിക്കുന്നേ? ഏ നേരാണല്ലോ. ഈ ടവൽ അങ്ങനെ ഒരു പ്രത്യേക തരമാ. ഒരു ഭാഗം വീർത്തേ ഇരിക്കൂ. അങ്ങനെ ഒരു ടവൽ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇത് ഫോറിനാ, ഫോറിൻ. ഒരു കാര്യം ചെയ്യൂ, ഇത് കൊണ്ടുപൊക്കോളൂ. ഞാൻ പിന്നെ പുതച്ചോളാം. കൊണ്ടുപൊക്കോളൂ. അയ്യോ, ദേ. കണ്ടാ കണ്ടാ ആഹാരം കള്ളക്കടത്ത് നടത്തുന്നു. ഞാൻ കഴിക്കാൻ നിന്ന ആഹാരമേ എങ്ങനെയോ ടൗലായി പോയതാ. അയ്യോ കഷ്ടം. അതെ, നിരാഹാരം എന്ന് വെച്ചാൽ നിരാഹാരമായിരിക്കണം. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, കാവലിരിക്കാം. നിരാഹാരം അവസാനിപ്പിക്കാനുള്ള പരിപാടിയല്ലേ? അതുകൊണ്ട് എന്ന് വിചാരിച്ചതാണ്. അങ്ങ് പോയിരുന്നോളൂ, കുഴപ്പമില്ല. പൊക്കോളൂ പൊക്കോളൂ. വെച്ചിട്ടുണ്ടോ? അല്ല, ഇരിക്കാൻ പറഞ്ഞതാ. ഇരിക്കൂ, ഇവിടെ അവിടെ ഇരിക്കാൻ. ചേച്ചി വാർത്തയുണ്ട്. ഞാൻ വായിക്കാം. സാമ്രാജ്യത്വത്തിനെതിരെ സതി ലീലാവതിമാർ ഒരുമിച്ച് നിരാഹാരത്തിൽ. രണ്ടുപേരും പ്രശസ്തരായി. അമ്മാവാ, വേണ്ട അമ്മാവാ. ഈ വിശന്ന് കിടന്നുള്ള പ്രശസ്തി എനിക്ക് വേണ്ട. അമ്മാവാ, ഇങ്ങോട്ട് വരണം. എനിക്ക് വേണ്ട പ്രശസ്തി. പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ അതോ കാര്യങ്ങള്? നിങ്ങൾ എളിമ കൊണ്ട് പറയുന്നു പ്രശസ്തി വേണ്ട, പക്ഷെ ഞങ്ങൾ അയ്യോ വേണ്ട അമ്മാവാ, സത്യമായിട്ട് ഈ പട്ടിണി പ്രശസ്തി വേണ്ട. നിരാഹാരത്തിന്റെ പേരിൽ 3 ബാച്ചായിട്ട് പിരിവ് നടത്തുന്നു. ചെന്ന് നോക്കണം, ആരൊക്കെ നമ്മുടെ പേരിൽ പിരിവുണ്ടാക്കണം. അമ്മാവാ വേഗം പോണം. അയ്യോ എങ്ങനെയുണ്ട് ചേച്ചി, സുഖാണോ? പരമസുഖം ചേട്ടാ.